വയനാടിൻ്റെ മലയോരങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മെ ആകർഷിക്കും, ചില സ്ഥലങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കും, പക്ഷേ ചില സ്ഥലങ്ങൾ നമ്മെ നിശബ്ദരാക്കും. ഇന്ന് ഞാനും എൻ്റെ കൂട്ടുകാരും എത്തിച്ചേർന്നിരിക്കുന്നത് അത്തരമൊരു സ്ഥലത്തേക്കാണ്. അതെ, മുണ്ടക്കൈ ചൂരൽമല. ഈ വഴിയിലൂടെ ആദ്യമായി വരുന്ന ഒരാൾക്ക് ഇത് സാധാരണ ഒരു മലയോര പ്രദേശം പോലെ തോന്നാം. ഇരുവശവും മലകൾ, പച്ചപ്പ്, തണുത്ത കാറ്റ്, മഴയുടെ മണം. പക്ഷെ ഈ കാറ്റിനും ഈ മണ്ണിനും പറയാനുള്ള ഒരു കഥയുണ്ട്. സന്തോഷത്തിൻ്റെ കഥയല്ല, മറിച്ച് ഒരു രാത്രി കൊണ്ട് മാറി മറിഞ്ഞ നൂറുകണക്കിന് ജീവിതങ്ങളുടെ കഥ. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശങ്ങളിൽ ഒരു കാലത്ത് സാധാരണ ജീവിതമായിരുന്നു. രാവിലെ ജോലിക്ക് പോകുന്ന തൊഴിലാളികൾ, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ചെറിയ അങ്ങാടികളിൽ ചായ കുടിച്ച് സംസാരിക്കുന്ന നാട്ടുകാർ, വൈകുന്നേരങ്ങളിൽ വീട്ടിലേക്ക് മടങ്ങുന്ന കുടുംബങ്ങൾ. അങ്ങനെ ജീവിതം ശാന്തമായി മുന്നോട്ട് പോവുകയായിരുന്നു. മുണ്ടക്കൈയിലെ ചെറിയ അങ്ങാടികളിൽ അന്ന് ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ചായക്കടകളിൽ നാട്ടുവിശേഷങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. കുട്ടികൾ റോഡരികിൽ കളിക്കുമായിരുന്നു. മഴ വയനാടിന് പുതിയൊരു കാര്യമല്ലാത്തതുകൊണ്ട് മഴയുള്ള ദിവസങ്ങളും സാധാരണ ദിവസങ്ങൾ പോലെ തന്നെ കടന്നു പോകുമായിരുന്നു. എന്നാൽ 2024 ജൂലൈ 30 രാത്രിയിൽ എല്ലാം മാറി. അന്ന് മഴ ശക്തമായിരുന്നു. പലർക്കും അത് മറ്റൊരു മഴ രാത്രി മാത്രമായിരുന്നു. വീടുകളിൽ ആളുകൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ചിലർ അടുത്ത ദിവസത്തെ ജോലികളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആരും അറിഞ്ഞിരുന്നില്ല ഏതാനും നിമിഷങ്ങൾക്കകം അവരുടെ ജീവിതം പൂർണ്ണമായും മാറിപ്പോകുമെന്ന്. രാത്രിയുടെ നിശബ്ദതയെ കീറി ഒരു വലിയ ശബ്ദം. മലയുടെ മുകളിൽ നിന്ന് മണ്ണും പാറകളും മരങ്ങളും ഓരോന്നായി താഴേക്ക് പതിക്കാൻ തുടങ്ങി. ഒരു പുഴ പോലെ, പക്ഷേ വെള്ളമല്ല, മണ്ണിൻ്റെ പുഴ. അതിൻ്റെ മുന്നിൽ വന്നതെല്ലാം അത് കൊണ്ടുപോയി. വീടുകൾ, വാഹനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, വർഷങ്ങളായി പണിതെടുത്ത ജീവിതങ്ങൾ എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് ഇല്ലാതായി. ആ രാത്രിയിൽ പലർക്കും ഓടാൻ പോലും സമയം ലഭിച്ചില്ല. പല കുടുംബങ്ങളും വേർപിരിഞ്ഞു. പലർക്കും പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാൻ പോലും കഴിഞ്ഞില്ല. ഇന്ന് ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ ആ രാത്രിയുടെ ഭീകരതയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം പ്രകൃതി വീണ്ടും തൻ്റെ പച്ചപ്പ് തിരിച്ചു പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ മണ്ണിൻ്റെ അടിയിൽ എത്രയോ കഥകൾ ഉറങ്ങിക്കിടക്കുന്നു. ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് നിശബ്ദതയാണ്. സാധാരണ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കേൾക്കുന്ന ശബ്ദങ്ങളൊന്നുമില്ല. ഇവിടെ കാറ്റിൻ്റെ ശബ്ദം പോലും വ്യത്യസ്തമായി തോന്നുന്നു. ഞങ്ങൾ നടന്നുപോയ വഴികളിൽ പലതും ഒരു കാലത്ത് വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു. ഇപ്പോൾ നോക്കുമ്പോൾ അത് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അവിടെയുള്ള ചിലർ ഞങ്ങളോട് സംസാരിച്ചു. അവർ പറഞ്ഞ ഓരോ വാക്കുകളിലും ഇന്നും ആ രാത്രിയുടെ വേദനയുണ്ടായിരുന്നു. സമയം കടന്നുപോയിട്ടും ചില ഓർമ്മകൾക്ക് മായാൻ കഴിയില്ലെന്ന് അവരുടെ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു. ഒരു അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ കഥ, ഒരു അമ്മ തൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ ഓർമ്മകൾ, രക്ഷപ്പെട്ടവർ പറഞ്ഞ ആ രാത്രിയിലെ അനുഭവങ്ങൾ. അവ കേൾക്കുമ്പോൾ ക്യാമറ പിടിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ കൈകൾ പോലും ഭാരമുള്ളതുപോലെ തോന്നി. ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ ഉരുൾപൊട്ടലിൻ്റെ പാത വ്യക്തമായി കാണാൻ കഴിഞ്ഞു. മലയുടെ ഒരു ഭാഗം തന്നെ ആരോ വെട്ടിമാറ്റിയതുപോലെ. പ്രകൃതി എത്ര മനോഹരമാണോ അത്ര തന്നെ ശക്തവുമാണെന്ന് അത് ഓർമ്മിപ്പിക്കുന്നു. ഈ പ്രദേശത്ത് എത്തിയ പലരും ഒരു കാര്യം പറയുന്നു. ദുരന്തത്തിൻ്റെ കഥ മാത്രമല്ല ഇവിടെയുള്ളത്, അതിജീവനത്തിൻ്റെ കഥയുണ്ട്. കാരണം ദുരന്തം സംഭവിച്ചപ്പോൾ കേരളം മുഴുവനും ഇവിടെ എത്തി. രക്ഷാപ്രവർത്തകർ എത്തി, സൈന്യം എത്തി, സന്നദ്ധ പ്രവർത്തകർ എത്തി. സാധാരണ മനുഷ്യർ പോലും സ്വന്തം കാര്യം മറന്ന് മറ്റുള്ളവരെ രക്ഷിക്കാൻ ഇറങ്ങി. ആ ദിവസങ്ങളിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ മുഖമാണ് ലോകം ഇവിടെ കണ്ടത്. ഇന്ന് ചൂരൽമലയും മുണ്ടക്കൈയും പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ പഴയ ചൂരൽമല ഇനിയില്ല, പഴയ മുണ്ടക്കൈ ഇനിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഓരോ വീടും ഓരോ കുടുംബവും ഓരോ ഓർമ്മയായി തിരിച്ചു വരില്ല. പക്ഷേ അവരുടെ ഓർമ്മകൾ ഈ മണ്ണിൽ എന്നും ഉണ്ടാകും. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു യാത്രയുടെ അനുഭവം മാത്രമല്ല അനുഭവിച്ചത്, ജീവിതം എത്ര അനിശ്ചിതമാണെന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മളോടൊപ്പമുള്ള ആളുകളെ വിലമതിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറാം എന്ന സത്യം മനസ്സിലാക്കി. ഈ പ്രദേശം കാണാൻ വരുന്നവർ വെറും ദുരന്തത്തിൻ്റെ സ്ഥലം കാണാൻ വരരുത്. ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ കഥകൾ കേൾക്കണം. അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ഓർക്കണം. അവരുടെ ഓർമ്മകളെ ബഹുമാനിക്കണം. കാരണം ചൂരൽമലയും മുണ്ടക്കൈയും ഒരു ദുരന്തത്തിൻ്റെ പേര് മാത്രമല്ല, അത് നഷ്ടത്തിൻ്റെ പേരാണ്, അതിജീവനത്തിൻ്റെ പേരാണ്, പ്രതീക്ഷയുടെ പേരാണ്, മനുഷ്യ സ്നേഹത്തിൻ്റെ പേരാണ്.
ഇന്ന് ഞാനും എൻ്റെ കൂട്ടുകാരും ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ചില വീഡിയോ ക്ലിപ്പുകൾ മാത്രമല്ല. ഈ മണ്ണിൻ്റെ നിശബ്ദതയും ഈ ജനങ്ങളുടെ ധൈര്യവും ഈ പ്രദേശത്തിൻ്റെ കണ്ണീരും വീണ്ടും ഉയർന്നെഴുന്നേൽക്കാനുള്ള അവരുടെ പ്രതീക്ഷയുമാണ്. ചൂരൽമലയുടെയും മുണ്ടക്കയുടെയും കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഈ മണ്ണ് ഇന്നും ജീവിച്ചിരിക്കുന്നു. ഈ ജനങ്ങൾ ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്നു. പ്രതീക്ഷ ഇന്നും ഇവിടെ ബാക്കിയുണ്ട്. ഇന്ന് ചൂരൽമലയുടെയും മുണ്ടക്കയുടെയും ഈ മണ്ണിൽ നിന്നും മടങ്ങുമ്പോൾ മനസ്സിൽ ഒരു ഭാരമുണ്ട്. ഇവിടെ വീശുന്ന ഓരോ കാറ്റിനും പറയാനുള്ള ഒരു കഥയുണ്ട്. ഇവിടെ നിൽക്കുന്ന ഓരോ മരവും നഷ്ടപ്പെട്ട ജീവിതങ്ങളുടെ സാക്ഷികളാണ്. ഒരു കാലത്ത് കുട്ടികളുടെ ചിരികൾ മുഴങ്ങിയിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് നിശബ്ദതയാണ് സംസാരിക്കുന്നത്. ഈ മണ്ണിനടിയിൽ അടഞ്ഞുകിടക്കുന്നത് വെറും മണ്ണല്ല, ഒരുപാട് സ്വപ്നങ്ങളും ഓർമ്മകളും ജീവിതങ്ങളുമാണ്. പക്ഷേ ദുരന്തം അവരുടെ ജീവിതം തകർത്തെങ്കിലും അവരുടെ ഓർമ്മകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നാടിൻ്റെ കണ്ണീർ ഇന്നും ഉണങ്ങിയിട്ടില്ല. പക്ഷേ പ്രതീക്ഷയും അവസാനിച്ചിട്ടില്ല. നഷ്ടപ്പെട്ടവരെ നമ്മൾ തിരികെ കൊണ്ടുവരാനാവില്ല, പക്ഷേ അവരുടെ കഥകൾ ലോകത്തോട് പറയാൻ കഴിയും. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ അവർക്കായി ഒരു നിമിഷം ഹൃദയത്തിൽ പ്രാർത്ഥനയും ഓർമ്മയും ഉണ്ടാകട്ടെ. കാരണം ചൂരൽമലയും മുണ്ടക്കയും ഒരു ദുരന്തത്തിൻ്റെ പേര് മാത്രമല്ല, മനുഷ്യരുടെ വേദനയും അതിജീവനത്തിൻ്റെ പ്രതീക്ഷയും എഴുതപ്പെട്ട ഒരു ചരിത്രമാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.